ശ്വാസമൊന്നു നിലച്ചാൽ സകലതും തീർന്നു. മണിക്കൂറുകൾക്കകം ദുർഗന്ധം വമിച്ച് അഴുകി നാറാൻ തുടങ്ങും. അതുവരെ കൂടെയുണ്ടായിരുന്ന ഉറ്റബന്ധുക്കൾ പോലും മാറി നിൽക്കും. കരമന സ്വദേശിയും ആംബുലൻസ് ഡ്രൈവറുമായ ജലീൽ ഇതുവരെ എടുത്തിട്ടുള്ളത് 2000-ഓളം മൃതദേഹങ്ങളാണ്. കിളിമാനൂർ പോലീസ് പോലീസിൻ്റെ പരിധിയിൽ വന്ന ഒരു കേസ്. അത് ചെറുക്കാരം എന്ന് പറയുന്ന സ്ഥലത്ത് പാലത്തിൻ്റെ അവിടെ ഒരാൾ മരണപ്പെട്ട് 7 ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ മൃതശരീരം എടുക്കാനായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വിളിക്കാറുണ്ട്. ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. കരമനയിൽ ആംബുലൻസ് ഓടിക്കൊണ്ടിരുന്ന ജലീൽ 2012-ലാണ് നിമിത്തം പോലെ വെഞ്ഞാറമൂട്ടിൽ ആംബുലൻസ് ഡ്രൈവറായി എത്തുന്നത്. വഴിയിൽ അലഞ്ഞു നടന്ന 2 അമ്മമാർക്ക് അഭയം നൽകി. പിന്നീട് അശരണരും നിരാലംബരുമായ ഒരുപാട് അമ്മമാർ കൂടെ കൂടി. വെഞ്ഞാറമൂട് പോലീസും പഞ്ചായത്തും കൂടെ നിന്നു. അങ്ങനെ അത് സ്നേഹസ്പർശമായി വളർന്നു. ഇത് നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ അമ്മയാണ്. 96 വയസ്സുണ്ട്. പക്ഷേ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ, ആള് പുലിയാണ്. എണീറ്റ് ഡാൻസ് ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്ക്. പഴകിയ മൃതദേഹങ്ങൾ നീക്കി കിട്ടുന്നതും ആംബുലൻസ് ഓടിക്കിട്ടുന്നതും വയറിംഗ് പ്ലംബിംഗ് ജോലിക്ക് പോയി കിട്ടുന്നതുമായ തുക സ്നേഹസ്പർശത്തിലെ 24 അമ്മമാർക്ക് വേണ്ടിയാണ് ജലീൽ ചെലവാക്കുന്നത്. അഭ്യുദയകാംക്ഷികളും സഹായവുമായി എത്താറുണ്ട്. ഏകദേശം 135ഓളം പേർക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സാധിച്ചു. അടുത്ത മാസം ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള നിലപാടിലേക്കാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ തീരുമാനം വന്നത്. എന്നുവെച്ചാൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഓർഡർ തന്നെ എടുത്തത്. ഒരു ബിൽഡിംഗ് വെക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം. ഈ അമ്മമാർക്ക് പാർക്കാൻ സ്വന്തമായ ഒരു കെട്ടിടമെന്ന ഉദ്യമമായിരുന്നു ജലീലിന്റെ മനസ്സിൽ. ജലീലിന്റെ ഈ പ്രവൃത്തിയെപ്പറ്റി ബോധ്യമുണ്ടായിരുന്ന ഒരാൾ 50 സെന്റ് വസ്തുവോളം സ്നേഹസ്പർശത്തിന് നൽകിയിരുന്നു. ഇതിനിടെയാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നോട്ടീസ് എത്തിയത്. വാടക കെട്ടിടത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇപ്പോഴും ജലീൽ പ്രതീക്ഷയിൽ തന്നെയാണ്. നല്ലവരായ ജനങ്ങൾ തന്നെ കൈവിടില്ലെന്ന പ്രതീക്ഷയിൽ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുഹമ്മദ് ജലീലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ സ്നേഹസ്പർശവും. എന്തായാലും ഇന്ന് ഈ സ്ഥാപനം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായം ഈ സ്ഥാപനത്തുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. ക്യാമറാമാൻ ശ്യാംകുമാറിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. ഗോകുല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസ്സറിഞ്ഞ ചില മനുഷ്യരുടെയൊക്കെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമല്ലേ, അത് അവരുടെ ആ ഒരു പ്രവർത്തികളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു അത്ഭുത മനുഷ്യൻ കൂടിയായി മാറുകയാണ് ഈ ജലീൽ എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹത്തിന്റെ തൊഴിലല്ലേ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കും. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു തൊഴിൽ മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നതല്ലേ. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് പോലും ചെറിയ ചെറിയ ജോലികളിൽ നിന്ന് അദ്ദേഹം കിട്ടുന്ന ആ ഒരു വരുമാനം മറ്റു പലർക്കും വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുകയാണ്. എത്ര വലിയ നന്മയുള്ളൊരു കാര്യമാണ്. കൈകൂപ്പി പോവും. സഹജീവികൾക്ക് എങ്ങനെ ജീവിതം ഒരു ഉത്തമ മാതൃകയാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുഹമ്മദ് ജലീൽ. മുഹമ്മദ് ജലീൽ ഇത്തരത്തിൽ പല ജോലികൾ ചെയ്തു. ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള ജോലി ഏറ്റവും അവസാനത്തിലെത്തുന്ന ഒരു ജോലിയാണ്. അതിന് മുമ്പ് അദ്ദേഹം ഈ അഴുകിയതും അതേ പുഴുവരിച്ചതുമായിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ എടുക്കുന്ന ചില ജോലികൾ കൂടെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 2000-ഓളം മൃതദേഹങ്ങളാണ് പലപ്പോഴായി പല ഇടങ്ങളിൽ നിന്ന് പോലീസ് തേടിച്ചെന്ന് ഇദ്ദേഹത്തെ കണ്ട് മൃതദേഹം എടുക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അങ്ങനെ എടുക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ട്രെയിൻ ബോഗിക്കുള്ളിൽ കുടുങ്ങിപ്പോയ മൃതദേഹം വരെ അദ്ദേഹം എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വാർത്തകളിൽ പലപ്പോഴായി ജലീലേട്ടൻ്റെ കഥകളൊക്കെ മുൻപ് വന്നിട്ടുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഈ മൃതദേഹം എടുക്കുന്ന ആളുകൾ ലഹരിയുടെ പിൻബലത്തിലായിരിക്കും എടുക്കുക. കാരണം അപ്പോൾ മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ ഈ മൃതദേഹത്തിൻ്റെ ദുർഗന്ധമുണ്ട്. ഇതൊക്കെ മാറ്റാൻ വേണ്ടി അങ്ങനെ പല രീതികളിൽ മുൻപോട്ട് പോയി ഈ മൃതദേഹമൊക്കെ എടുക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് ജലീൽ. എന്തായാലും ജലീൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൊന്നും പോകാതെ മൃതദേഹം എടുക്കുകയും അതുപോലെ തന്നെ ആ പ്രവൃത്തിയുമായി മുൻപോട്ട് പോവുകയും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സാമ്പത്തികം കൊണ്ട് ജീവിച്ചു പോരുകയുമായിരുന്നു. അങ്ങനെയാണ് വെഞ്ഞാറമൂടിലെത്തുകയും വെഞ്ഞാറമൂടിൽ വെച്ച് ഒരു മാനസികമായിട്ടുള്ള ഒരു തോന്നലുണ്ടായത്. തൻ്റെ ഒപ്പം ആളുകളെ കൂടെ കൂട്ടാം, ചിലർ വഴിയിൽ അശരണരായും നിരാലംബരായും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ജലീലിനും അങ്ങനെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകാമെന്ന്. അങ്ങനെ ഈ വഴിയിൽ അരഞ്ഞു തിരിഞ്ഞ 2 അമ്മമാരാണ് ജലീൽ
ജലീലിനൊപ്പം കൂടിയത്. പിന്നീട് അങ്ങനെ ആ ഒരു അംഗസംഖ്യ അങ്ങനെ കൂടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ 24-ലെത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നീട് പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഒരു സ്നേഹസ്പർശം എന്ന് പറഞ്ഞൊരു സ്ഥാപനം മുൻപോട്ട് വരുന്നത്. എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ. സ്നേഹസ്പർശം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മാത്രമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് നിയമത്തിന്റെ നൂലാമാലകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഇപ്പോൾ സ്ഥാപനത്തിന് ഒരു നോട്ടീസൊക്കെ കൊടുത്തിരിക്കുകയാണ് സ്ഥാപനം ഒഴിയാൻ വേണ്ടിയിട്ട്. ഈ മാസം 31-ാം തീയതി വരെയാണ് സ്ഥാപനം പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ആ അനുമതിയുടെ പ്രധാന കാരണമായി പറയുന്നത് ഇത്തരത്തിൽ വാടക കെട്ടിടത്തിലാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാടക കെട്ടിടത്തിൽ നിന്ന് മാറണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥലം എന്തായാലും ഒരു അഭ്യുദയകാംക്ഷി പലപ്പോഴായി ഇദ്ദേഹത്തെ പരിചയമുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട് പരിചയമുള്ള ഒരു വ്യക്തി 50 സെന്റ് വസ്തുവോളം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് തീരുമാനവുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 24 അമ്മമാരുടെ കാര്യം എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ചോദ്യചിഹ്നം അദ്ദേഹത്തിന്റെ മുൻപിലുണ്ട്. എന്തായാലും പറ്റുന്നവർ സുമനസ്സുകൾ സഹായിക്കുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തിയുമായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യമത്തെ ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ല. തനിക്ക് കിട്ടുന്ന ഓരോ ചെറിയ തുകയും മറ്റുള്ളവരും സഹായിക്കുന്നുണ്ട്, സഹായങ്ങളില്ല എന്നുള്ളതല്ല. പക്ഷേ ഈ ഉദ്യമം വളരെ വലുതാണ്. ഒരു സാധാരണക്കാരനെ കൊണ്ട് കൂടിയാൽ കൂട്ടുന്നതിനും അപ്പുറത്തുള്ള ഒരു ഉദ്യമമായി പോയിട്ടുണ്ടത്. കാരണം 24ഓളം പേര്, അതേപോലെ തന്നെ ജീവനക്കാർ, ഡോക്ടർമാർ, അങ്ങനെ ഒരുപാട് പേരെ പോറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സ്നേഹസ്പർശം. ശരി ഗോകുൽ, എന്തായാലും അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ചെറിയ ചെറിയ പണമൊക്കെ കൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ജോലി ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടി വെച്ചൊരു നല്ലൊരു മനുഷ്യൻ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന് അത് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറ്റും. പക്ഷെ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും സഹായം വേണം. സന്മനസ്സുള്ള എല്ലാവരും മുന്നിലേക്ക് വരിക എന്നുകൂടി പറയുകയാണ്. ശരി ഗോകുൽ.